കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കൾക്കെല്ലാം ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു വിധി ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ തിരൂർ സതീഷിന്റെ ഒരു നിലപാട് മറുപടി എന്താണെന്ന് അറിയണം. ലെവിൻ കെ വിജയനൊപ്പം ഇപ്പോൾ തിരൂർ സതീശൻ ചേരുന്നുണ്ട്. തത്സമയ ദൃശ്യത്തിലേക്ക്. സ്വാതി, കൊടകര കുഴൽപ്പണ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ED. ഇതിലേറ്റവും വലിയ ആരോപണമായി ഉയർന്നു നിൽക്കുന്നത് BJP നേതാക്കൾ ആരും ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. 2021 തൃശ്ശൂരിലേക്ക് അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് BJP തെരഞ്ഞെടുപ്പ് ഫണ്ടായി കള്ളപ്പണം എത്തിയെന്നുള്ളതായിരുന്നു ആരോപണം. ആ ആരോപണം ഒരിക്കൽ കൂടി ആവർത്തിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള തിരൂർ സതീഷിനാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ED കുറ്റപത്രം സമർപ്പിച്ചു. എന്താണ് പറയുന്നത്? BJP നേതാക്കൾ ആരും ഈ കേസിൽ ഇതുവരെയും പ്രതിസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല, പ്രധാനപ്പെട്ട നേതാക്കൾ. ED കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. കുറ്റപത്രം സമർപ്പിക്കാൻ ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ ഉൾപ്പെട്ടിട്ട ആളുകളെ കണ്ടിട്ട് അവരുടെ മൊഴി എടുത്തിട്ട് ആണ് കുറ്റപത്രമൊക്കെ തയ്യാറാക്കേണ്ടത് ED. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലും മാത്രമല്ല 2021 കൊടകര റോബറി കേസിലും ഞാൻ അതിലൊരു സാക്ഷി പട്ടികയിൽ ഒരാളാണ്. ഞാൻ സാക്ഷിയാണ്. ഈ ആളിനെ ഒന്ന് നേരിട്ട് കാണാൻ പോലും EDക്ക് തയ്യാറാവേണ്ട ED ഏത് രീതിയിലാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയത്, ആർക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത്, ആര് പറഞ്ഞിട്ടാണ് തയ്യാറാക്കിയതൊക്കെ EDയോട് ചോദിച്ചാൽ തന്നെ കറക്റ്റായിട്ട് അറിയുള്ളൂ. ഇതിൽ ഏറ്റവും അവസാനം കേരള പോലീസ് പുനരന്വേഷണം ഈ കേസിൽ നടത്തുകയും അതിൽ വീണ്ടും താങ്കളുടെ മൊഴി അടക്കം രേഖപ്പെടുത്തുകയും പോലീസ് ആ മൊഴി EDക്ക് കൈമാറുകയും ചെയ്തിരുന്നു, അല്ലേ? അതെ, എൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പോലീസ് അതുപോലെ തന്നെ ആ മൊഴി 164 ആയിട്ട് കോടതിയിൽ കൊടുക്കാൻ പറഞ്ഞു. അത് ഞാൻ കോടതിയിൽ കൊടുത്തു. പോലീസ് ആ മൊഴിയിൽ വായിച്ച് നോക്കിയിട്ടും അവരുടെ അന്വേഷണത്തിലും ഇവിടെ കള്ളപ്പണം വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് ആ വിവരം EDക്ക് കള്ളപ്പണമാണ്, ഇത്ര ഹ്യൂജ് എമൗണ്ട് വന്നിട്ടുള്ളതാണ് എന്ന് കാണിച്ച് EDക്ക് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കള്ളപ്പണം ഇടപാട് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസിയായ ED ആയിരുന്നു. അപ്പോൾ ED ആണ് അന്വേഷിക്കേണ്ടത്. ED അന്വേഷിക്കാൻ പറഞ്ഞിട്ട് കത്ത് കൊടുക്കുമ്പോൾ ED അതിനെ കുറിച്ചിട്ട് മുഖവിലക്കെടുക്കാണ്ട് ആണ് അവരിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് ഞാൻ അറിയുന്നത്. BJPയുടെ ജില്ലാ സംസ്ഥാന അധ്യക്ഷന്മാരടക്കമുള്ള ആളുകൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് താങ്കൾ ആവർത്തിച്ച് പലവട്ടം പറഞ്ഞതാണ്. എന്നിട്ടും ആ മൊഴിയൊന്നും രേഖപ്പെടുത്താൻ ED തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടോ? BJP സംസ്ഥാന അധ്യക്ഷനും മുൻ സംസ്ഥാന അധ്യക്ഷനും നിലവിലെ മുൻ സംസ്ഥാന ജില്ലാ പ്രസിഡന്റും അടക്കമുള്ള ആളുകൾക്ക് ഈ കേസിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ അവരിതിൻ്റെ വിഹിതം പറ്റിയിട്ടുണ്ടെന്നുള്ള ഉറച്ച നിലപാട് തന്നെ സ്വീകരിക്കുകയാണ് ഇപ്പോഴും. എനിക്ക് നിലപാട് മാറ്റേണ്ട കാര്യമില്ല. ഞാൻ സത്യം പറഞ്ഞത് അത് എപ്പോഴും സത്യമായിട്ട് തന്നെ നിലനിൽക്കുമല്ലോ. ഒന്ന്. രണ്ടാമത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തിനാണ് ഇവർ കൊടകര കുഴൽപ്പണ കേസ് അവിടെ നടന്ന സമയത്ത്, അവിടെ റോബറി നടന്ന സമയത്ത് എന്തിനാണ് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ അവിടേക്ക് പോയത്? എന്തിനാണ് ഈ കള്ളപ്പണം കൊണ്ടുപോകുന്ന ആൾ കവർച്ച നടന്നപ്പോൾ പാർട്ടി നേതാക്കന്മാരെ ഫോണിൽ ബന്ധപ്പെട്ടത്? ഇതെല്ലാം വ്യക്തമായിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് പോലീസ് കൊടുത്ത കുറ്റപത്രത്തിൽ അതെല്ലാം കൊടുത്തിട്ടുള്ളതാണ്. BJPയുടെ നേതാക്കന്മാരെ ആ കാര്യമായിട്ട് ബന്ധപ്പെടുത്താനുള്ള എല്ലാ തെളിവുകളും പോലീസ് കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. ശരി ലെവിൻ, കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കൾ കുറ്റക്കാരല്ല എന്നുള്ള ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം സമർപ്പിച്ചു. അതിലാണ് ഇപ്പോൾ തിരൂർ സതീഷിന്റെ ഒരു മറുപടി. താൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ആ വിവരങ്ങളാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്.